അസ്സലാമലൈക്കും. എല്ലാവരും എന്നെ ഇത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് മാതായിൽ. എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാനിരിക്കുക. റിസൾട്ട് കിട്ടി, പക്ഷേ ഡോക്ടർ മേളിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അതുവരാണെങ്കിൽ ഒന്നും കഴിച്ച പോലുമില്ല, കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് കാലി വയറി വേണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ. വെള്ളമൊന്നും കുടിച്ചുകൂടായിരുന്നു, അത് കുടിക്കാതെ ഇവിടെ വന്നിരിക്കുക. ഇപ്പം കൊല്ലം തേവള്ളി മാതാ ഹോസ്പിറ്റലിലാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു വർഷം കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ കയറി ഇറങ്ങുക. ചൂടാണ്. എൻ്റെ 16 വയസ്സിൽ തുടങ്ങിയതാണ് ഹോസ്പിറ്റൽ ജീവിതം. ആ ജീവിതം ഇനി എപ്പോഴാണോ അതാവുന്നതെന്ന് അറിയാൻ വയ്യ. ചിലപ്പോൾ ജീവിതകാലം മുഴുവനും കയറി ഇറങ്ങേണ്ടി വരും, ചിലപ്പോൾ നേരത്തെ സുഖമായിരിക്കാം. എല്ലാം റബ്ബിൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു തരാം. ഇതാണ് ഹോസ്പിറ്റൽ. അവിടെ ഒരു വഴക്ക് കിടക്കുന്നത്. ടോക്കൺ വിളിക്കുന്നത്, പേര് വിളിക്കുന്നത്, അതാണ് അവിടെ നടക്കുന്ന പ്രശ്നം. ടോക്കൺ പേര് വിളിക്കുന്നില്ല, അല്ല പേര് വിളിക്കുന്ന ടോക്കൺ മാത്രം വിളിക്കുന്നത്. അതിന് ടോക്കൺ എടുത്തവരെല്ലാം അവിടെ നിൽക്കുകയാണ്. അതാണ് അവിടെ പ്രശ്നം. ഒരാൾ നിന്നിട്ട് നിങ്ങൾ ടോക്കൺ വിളിക്കാത്ത എന്താണെന്ന്. അതിന് ദീപയെന്ന് പറഞ്ഞൊരു കൊച്ചിനെ വിളിച്ചില്ല. അത് വേറൊരു ഡോക്ടർ ഇരിക്കുന്ന കേട്ടോ. ഞാൻ കാണിക്കണേ, എനിക്കിവിടെ ഷാജി ഡോക്ടറെയും കാണിക്കണം, ജെയിം മേഡത്തിനെയും കാണിക്കണം. രണ്ടിടത്ത് കാണിക്കണം. ഇവിടെ സമയം എന്തായെന്നറിയാമോ? ഞാനിത് ഇപ്പോൾ എടുക്കുന്നത്, ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. 1:50 1:50 തൊട്ട് ഞാൻ രാവിലെ 7 മണിക്ക് ഇവിടെ വന്ന് കയറിയതാണ്. ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് 7 മണിക്ക് വന്നതാണ്. അതാണ് ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ വരുന്നത്. ഇവിടെ വരുമ്പോൾ ടോക്കൺ കിട്ടാൻ ഭയങ്കര പടം. ഇത് ഗവൺമെൻറ് അല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അതും കൂടെ പറയാം. അന്നേരം ചോദിക്കും പ്രൈവറ്റിൽ വരുന്നത് എന്താണ്. എനിക്ക് ഗവൺമെൻറ്റിൽ വേറെ ചികിത്സ, പ്രൈവറ്റിൽ വേറെ 2 ചികിത്സ ഇവിടെയാണ് ചെയ്യുന്നത്. അതിവിടെ ഉള്ളത്. അന്നേരം ഇവിടെ തന്നെ ചെയ്യണം. എനിക്ക് കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നു. അന്നേരം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അന്നേരം അതിനിവിടെ വന്നേ പറ്റൂ. ഇവിടെ കാണിക്കാനുള്ളത് ഇവിടെ തന്നെ കാണിക്കണം. ഗവൺമെൻറ്റിൽ കാണിക്കേണ്ടത് ഗവൺമെൻറ്റിൽ കാണിക്കണം. അങ്ങനെ ഇങ്ങനെ ഇവിടെ ഇരിക്കുക. എന്ത് ചെയ്യാതാലും ഹോസ്പിറ്റലിലെ ജീവിതം ഒരിക്കലും നമുക്ക് നല്ലൊരിതായി പോകില്ല. എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വിഷമം. ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വന്നിരിക്കണം. ഇത്രയും പേരുണ്ടെന്നറിയാം. എല്ലാ ആൾക്കാരോടും ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അവിടെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കൂട്ടിന് ആളുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് ഇരിക്കുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. ഇത് മൈലാഞ്ചി ഞാൻ ഇന്നലെ ഇട്ടതല്ല, കല്യാണ വീട്ടിൽ വന്നിട്ട് ഇട്ടതാണ്. മെലഞ്ഞാന്ന് രാത്രി ഇട്ടതാണ്. ജീവിതമൊക്കെ ഇതൊക്കെ തന്നെയാണോ. ഞാൻ ഫുൾ മോർണിംഗായി. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് തരണേ. വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് തരിക എല്ലാവരും. എനിക്കിനി സപ്പോർട്ട് ആവശ്യമാണ്. പിന്നെ ഞാനിവിടെ ENT കാണിച്ചു. ഞാൻ ഇവിടെ അപ്പുറത്തെ ഡോക്ടറെ കാണിച്ചപ്പോഴും എനിക്ക് ENT കാണിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വരം അടയ്ക്കുന്നു. അത് ENT കാണിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഇൻഫെക്ഷൻ അടിച്ചതാന്ന് പറഞ്ഞു. അതിന് ആൻറ്റിബയോട്ടിക് തന്ന 5 ദിവസത്തേക്ക് അത് കഴിക്കണം. അത് കഴിഞ്ഞ് പിന്നൊരു ഇത് തന്നു, സിറപ്പ്, അതും കഴിക്കാൻ പറഞ്ഞു. പറഞ്ഞാൽ എനിക്ക് വെയിറ്റ് കുറയുന്നുണ്ട്, വെയിറ്റ് വേണം. പക്ഷേ ഞാനിപ്പം 62 നിന്നെടുത്ത് 60 കിലോ ആയി. എനിക്ക് തന്നെ അറിയാമായിരുന്നു അത് വെയിറ്റ് എന്താ കുറയുന്നതെന്ന് തന്നെ ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എന്ത് പറ്റിയതാണെന്ന് അറിയുന്നില്ല. ഒരാൾ വരുന്നു കൊച്ചിനെയും കൊണ്ട്. ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ. ഇപ്പോഴും എത്തില്ലേ? കേസിന് നിൽക്കുകയാണോ? വരത്തേ ഉള്ളത് പറഞ്ഞിട്ടുണ്ടോ? 2:30 ആകുമ്പോഴത്തെ ഇറങ്ങി വരുമോ? വരാമെന്ന് പറഞ്ഞു. വരും. കേസിന് നിൽക്കുവാണ്. ഇപ്പോൾ വരും. പറയാനാ ഓപ്പറേഷൻ നടക്കും. അതാ ഓപ്പറേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ സാറ് ഇറങ്ങി വരാൻ ഭയങ്കര പാടാണ്. ഓപ്പറേഷൻ നടക്കുവാന്ന് കേസിന് വിളിച്ചവർ മേളിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. അന്നേരം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ വിശക്കുന്നു. മെയിൻ കാര്യം ഇവിടെ തന്നെ ഇരിക്കാം. വിശക്കുന്നു, എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. കേസ് നടക്കുന്നതുകൊണ്ടേ
ഓപ്പറേഷൻ കഴിയാതെ ഇനി ഇറങ്ങി വരത്തില്ല ഇപ്പോഴും. ക്യാമറ തിരിക്കാൻ പറ്റത്തില്ല, അതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കാണിക്കായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് ഹോസ്പിറ്റൽ, മാതാ ഹോസ്പിറ്റൽ. ഇത് പെൺപിള്ളേരിരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ടോക്കനൊക്കെ എടുക്കത്തില്ലേ, അതാണ്. കണ്ട, വലിയ ഹോസ്പിറ്റലാണ് ഇത്. ഇവിടെ നിന്ന് പറഞ്ഞാൽ അപ്പുറത്താണ് കാഷ്വാലിറ്റി. ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ, ഈ സ്ഥലം. ഇത് കണ്ട, ആൾക്കാരൊക്കെ ഇരിക്കും. വലിയ ഹോസ്പിറ്റലാണ്. ഇന്ന് എല്ലാ അസുഖം കണ്ടുപിടിക്കും. ഇവിടുത്തെ ഷാരി ഡോക്ടർ നല്ല മെയിനാണ്. ക്യാമറയ്ക്ക് തെളിച്ചമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടത്താണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാൻ നിർത്തും കേട്ടോ.